നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിലെ അവസാനത്തെ നറുക്കെടുപ്പും കഴിഞ്ഞു. ഫിക്സർ നിർണയം പൂർത്തിയായി കഴിഞ്ഞു. പ്രീ ക്വാർട്ടറിൽ ആരോടൊക്കെ മുട്ടുമെന്ന് മാത്രമല്ല, ക്വാർട്ടർ ഫൈനലിൽ ആരായിരിക്കും എതിരാളികൾ, സെമിയിൽ ആരാണ് ഏറ്റുമുട്ടാൻ സാധ്യത, ഫൈനലിൽ എങ്ങനെ വരും, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞു. എല്ലാ പാത്തുകളും വ്യക്തമായി കഴിഞ്ഞു. ഓരോ ടീമിനും അറിയാം എന്താണ് ഇനി തങ്ങളുടെ മുന്നിലുള്ള വഴിയെന്ന്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ഫിക്സർ വിശദമായിട്ടെടുത്ത് അപഗ്രഥിക്കുകയാണ്. നമുക്ക് റൗണ്ട് ഓഫ് 16 പാരീസ് സെന്റ് ജർമ്മൻ എതിരാളികൾ ചെൽസിയാണ്. ഗാലറ്റസറായുടെ എതിരാളികൾ ലിവർപൂളാണ്. അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിലെ വിജയികളാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതായത് പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ചെൽസി മത്സരത്തിലെ വിജയികൾ ഗാലറ്റസറായ് വേഴ്സസ് ലിവർപൂൾ മത്സരത്തിലെ വിജയികളെയാണ് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടത്. സംഗതി വ്യക്തമാണല്ലോ. PSG വേഴ്സസ് ചെൽസി മത്സരം ചെൽസി വിജയിച്ചാൽ, ഗാലറ്റസറായ് വേഴ്സസ് ലിവർപൂൾ മത്സരം ലിവർപൂൾ വിജയിച്ചാൽ ചെൽസി വേഴ്സസ് ലിവർപൂൾ ക്വാർട്ടർ ഫൈനൽ വരാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് PSG വേഴ്സസ് ലിവർപൂൾ വരാം, അല്ലെങ്കിൽ PSG വേഴ്സസ് ഗാലറ്റസറായ് വരാം, അല്ലെങ്കിൽ ചെൽസി വേഴ്സസ് ഗാലറ്റസറായ് വരാം. ഇതാണ് ക്വാർട്ടർ ഫൈനലിലെ പാത്ത്. അതേസമയം നേരെ മറുഭാഗത്ത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിലെ വിജയികൾ അറ്റ്ലാന്റ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരത്തിലെ വിജയികളെയാണ് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടത്. അപ്പോൾ ഇത് ഫിക്സറിൻ്റെ ഒരു ഭാഗത്ത് ബ്രാക്കറ്റിലാണ്. സോ ഇതിലെ വിജയികൾ തമ്മിലാണ് സെമി ഫൈനലിലേക്ക് ഏറ്റുമുട്ടേണ്ടത്. അതായത് PSG വേഴ്സസ് ചെൽസി മത്സരത്തിലെ വിജയികളും ഗാലറ്റസറായ് വേഴ്സസ് ലിവർപൂൾ മത്സരത്തിലെ വിജയികളും തമ്മിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടി അതിൽ വിജയിക്കുന്നവർ സെമിയിലെത്തിയാൽ അവരെ നേരിടാനുള്ളത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിലെ വിജയികളും അറ്റ്ലാന്റ യുണൈറ്റഡ് വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരത്തിലെ വിജയികളും തമ്മിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടി അതിൽ വിജയിക്കുന്നവരാണ്. അതാണ് ഒരു ഭാഗത്തെ ബ്രേക്കറ്റെങ്കിൽ. മറുഭാഗത്ത് നോക്കുക, ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് FC ബാഴ്സലോണ മത്സരത്തിലെ വിജയികളെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ മത്സരത്തിലെ വിജയികളാണ് ക്വാർട്ടർ ഫൈനലിൽ നേരിടാൻ പോകുന്നത്. അതായത് ന്യൂകാസിൽ വേഴ്സസ് ബാഴ്സ മത്സരം ബാഴ്സ വിജയിച്ചാൽ, അത്ലറ്റി വേഴ്സസ് ടോട്ടൻഹാം മത്സരം അത്ലറ്റി വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടും. അല്ലെങ്കിൽ ബാഴ്സലോണ വേഴ്സസ് ടോട്ടൻഹാം ക്വാർട്ടർ ഫൈനൽ വരാം. അല്ലെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് അത്ലറ്റി ക്വാർട്ടർ ഫൈനൽ മത്സരമോ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടൻഹാം ക്വാർട്ടർ ഫൈനൽ മത്സരമോ വരാം. ഇതാണ് ഒരു ഭാഗമെങ്കിൽ. മറുഭാഗത്ത് ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP മത്സരത്തിലെ വിജയികളും ബയർ ലെവർക്യൂസൻ വേഴ്സസ് ആഴ്സണൽ മത്സരത്തിലെ വിജയികളും തമ്മിലാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത്. സോ ഈ ബ്രാക്കറ്റിലുള്ളവരാണ് സെമി ഫൈനലിലേക്ക് വരിക. അതായത് നമ്മൾ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ബാഴ്സ മത്സരത്തിലെ വിജയികളും അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ മത്സരത്തിലെ വിജയികളും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ നടക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ക്വാർട്ടറിൽ വിജയിച്ച് സെമിയിലേക്ക് എത്തുന്ന ടീമിനെ നേരിടാൻ പോകുന്നത് ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP മത്സരത്തിലെ വിജയികളും ബയർ ലെവർക്യൂസൻ വേഴ്സസ് ആഴ്സണൽ മത്സരത്തിലെ വിജയികളും തമ്മിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിലെ വിജയികളെയാണ് സെമി ഫൈനലിൽ നേരിടാനുള്ളത്. അപ്പോൾ ഇതാണ് കാര്യം. ഇതൊന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന ആ ചിത്രം നോക്കിയാൽ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ഇനി ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ റയൽ മാഡ്രിഡിനെ നമുക്ക് എടുക്കാം. റയൽ മാഡ്രിഡ്. അപ്പോൾ റയൽ മാഡ്രിഡ് ആണല്ലോ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ ടീം. അവർ മുന്നോട്ട് പോകും എന്ന രൂപത്തിൽ നമ്മളൊന്ന് കണ്ടാൽ റയൽ മാഡ്രിഡിന് റൗണ്ട് ഓഫ് 16 സിറ്റിയെ നേരിടേണ്ടി വരും. അത് വിജയിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിൽ ബയണിനെയോ അറ്റ്ലാന്റയെയോ നേരിടേണ്ടി വരും. അത് വിജയിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ ചെൽസിയെയോ PSG-യെയോ ഗാലറ്റസറായിയോ ലിവർപൂളിനെയോ ആണ് നേരിടേണ്ടി വരിക. ഇനി ഫൈനൽ പാത്ത് എല്ലാവർക്കും അറിയാം. അതായത് സെമി ഫൈനൽ 1 വിജയിച്ചു വരുന്ന ടീമും സെമി ഫൈനൽ 2 വിജയിച്ചു വരുന്ന ടീമും തമ്മിൽ ബുഡാപെസ്റ്റിലാണ് ഇത്തവണ ഫൈനൽ മത്സരം നടക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണിച്ച ആ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.